തമിഴ്നാട് രാഷ്ട്രീയത്തിൽ 2024 നടക്കുന്ന ഇലക്ഷനിൽ ആർക്കാണ് കൂടുതൽ സ്വാധീനമുണ്ടാകാൻ പോകുന്നതെന്ന് പറയുവാൻ ബുദ്ധിമുട്ട് അനുഭവപ്പെടും. വരാനിരിക്കുന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പ് ഈ സംസ്ഥാനത്ത് വലിയ വിസ്മയം സൃഷ്ടിക്കുമോ? DMKക്ക് കൂടുതൽ സീറ്റുകൾ ലഭിക്കുമെന്നുള്ള കാര്യത്തിൽ സംശയം നിലനിൽക്കുന്നില്ല. DMK നിരവധി സീറ്റുകൾ നേടും. എന്നിരുന്നാലും സ്റ്റാലിൻ നയിക്കുന്ന DMKക്കെതിരെ വ്യക്തമായ പ്രതിഷേധം നിലനിൽക്കുന്നുണ്ട്. തമിഴ്നാട്ടിൽ ഈ അടുത്തുണ്ടായ പ്രളയത്തിൽ DMK തമിഴ്നാട്ടിലെ ജനങ്ങളോട് കാര്യമായിട്ടൊന്നും ചെയ്തിട്ടില്ല. DMKയിലുള്ള തമിഴരിൽ ഭൂരിഭാഗവും നിരക്ഷരാണ്. ഇതൊക്കെ എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. ഇന്നത്തെ കാലത്ത് ഗ്രാമീണരായ തമിഴ് ജനങ്ങളിൽ ഭൂരിഭാഗവും വിദ്യാസമ്പന്നരാണ്. അതിനാൽ തന്നെ 1000-ഉം 2000-ഉം കൊടുത്താൽ കൂടുതൽ സീറ്റുകൾ കിട്ടില്ലെന്ന് DMK അറിയണം. തിരഞ്ഞെടുപ്പിൽ വിജയിക്കാനുള്ള തന്ത്രം DMK മാറ്റണം. ഇല്ലാത്ത പക്ഷം DMK എന്ന പാർട്ടി തമിഴ്നാട്ടിൽ നിന്നും ഇല്ലാതാകും. ഒന്നിച്ചു നിൽക്കാൻ കഴിയാത്ത ADMKയാണ് സ്റ്റാലിൻ പോസിറ്റീവായിട്ട് കാണുന്നത്. അതായത് സമീപകാലത്ത് എടപ്പാളി പളനിസ്വാമിയും ഓപ്പന്നസെൽവവും തമ്മിലുള്ള ഭിന്നത ADMKയെ തളർത്തിയിരുന്നല്ലോ. എന്തായാലും കൗണ്ടർ വോട്ടുകളിൽ ഭൂരിഭാഗവും ADMKക്ക് ലഭിക്കും. എന്നാൽ ADMK അവിടെ വളരെ വീക്കാണ്. അതായത് ADMKക്ക് നല്ലൊരു അലയൻസ് ശക്തിപ്പെടുത്താൻ സാധിച്ചിട്ടില്ല. പക്ഷെ ഭാവിയിൽ ADMK ശക്തിപ്പെടുമോ എന്നുള്ളത് പറയാൻ കഴിയുകയില്ല. നേരെ മറിച്ച് DMKക്ക് സ്ട്രോങ് ആയിട്ടുള്ള നല്ലൊരു അലയൻസ് ഉണ്ട്. അതിനാലാണ് DMK അസംബ്ലി ഇലക്ഷനിലും പാർലമെന്ററി ഇലക്ഷനിലും ജയിക്കാൻ സാധിച്ചത്. ഇനി പുതിയതായി വന്നിരിക്കുന്ന പുതുമുഖ പാർട്ടികൾ അവിടെ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കുമോ? യുവ സിനിമാ താരം വിജയുടെ രാഷ്ട്രീയ പാർട്ടിക്ക് സ്വാധീനം ചെലുത്താൻ സാധിക്കും, ഉറപ്പാണ്. എന്തായാലും അതിനെ ആശ്രയിച്ചിരിക്കും ആരായിരിക്കും കൂടുതൽ സീറ്റുകൾ നേടുന്നതെന്ന് വ്യക്തത കൈവരിക്കുവാൻ. വിജയ് പറയുന്നത് എന്താണ്? 2024 ഇലക്ഷനിൽ വിജയ് ഗ്യാലറിയിലിരുന്ന് മാത്രമേ കാണുകയുള്ളൂ എന്നാണ്. അതുപോലെ ഒരു പാർട്ടിയും പിന്തുണയ്ക്കാൻ പോകുന്നില്ലെന്നും വിജയ് സൂചിപ്പിക്കുന്നുണ്ട്. കാരണം വിജയുടെ പ്രധാന ലക്ഷ്യം എന്താണ്? മുഖ്യമന്ത്രി ആവുക എന്നതാണ്. കരുണാനിധിയെ പോലെയും ജയലളിതയെയും ശൂന്യത മുതലെടുക്കാൻ വിജയ്ക്ക് സാധിക്കുമോ എന്നത് വലിയൊരു ചോദ്യമാണല്ലേ. പക്ഷേ ഒരു കാര്യം ഉറപ്പാണ്, വിജയ് തമിഴ്നാട്ടിൽ ഒരു തരംഗമാകാൻ സാധ്യത കൂടുതലാണ്. അതുപോലെ അണ്ണാമലൈ BJPയുടെ പരീക്ഷണമാണോ? യുവ IPS ഓഫീസറായിട്ടുള്ള അണ്ണാമലൈ നയിക്കുന്ന BJP ദ്രാവിഡൻ പൊളിറ്റിക്സിൽ സ്വാധീനം ചെലുത്തുമോ? ഇതൊക്കെ കണ്ടറിയണമെങ്കിൽ ഇലക്ഷൻ റിസൾട്ട് വരെ നോക്കിയിരിക്കാം, അല്ലേ? പുതിയ ചെറുപ്പക്കാരുടെ വോട്ടുകൾ ദ്രാവിഡൻ രാഷ്ട്രീയത്തെ ഉൾക്കൊള്ളുന്നില്ല എന്നുള്ള വസ്തുത പൊതുവെ ഒരു സംസാരമാണ്. തമിഴ്നാട്ടിൽ മോദിക്ക് വ്യക്തിപ്രഭാവമുണ്ട്. ഒരു സമയത്ത് ഇന്ത്യയിലെ 2ാമത്തെ ഗ്രോത്ത് ഉണ്ടായിരുന്ന ഒരു സംസ്ഥാനമായിരുന്നു തമിഴ്നാട്, അല്ലേ? അതായത് വ്യാവസായികപരമായിട്ടും കാർഷികപരമായിട്ടും. പക്ഷെ ഇന്ന് തമിഴ്നാട് 3ാം സ്ഥാനത്തേക്ക് പോയി. പകരം ഉത്തർപ്രദേശ് 2ാം സ്ഥാനത്തേക്ക് കയറി വരികയും ചെയ്തിട്ടുണ്ട്. DMK സർക്കാർ ജനങ്ങൾക്ക് വാരിക്കോരി ഫ്രീ ആയിട്ട് കൊടുക്കുകയാണ്. ഇതെല്ലാം വോട്ടാകാൻ സാധിക്കുമോ അതോ ബൂമറാങ് ആകുമോ എന്ന് കണ്ടറിയാം, അല്ലേ? അതുപോലെ തന്നെ സെന്തമിൻ സീമാന്റെ നാം തമിഴ് സ്വതന്ത്രമായി നിൽക്കുന്നത് കൊണ്ട് തന്നെ അവരെ കൊണ്ട് വോട്ട് പിടിക്കാൻ കഴിയും. പക്ഷേ ജയിക്കാൻ സാധ്യത കുറവാണ്. ഇവര് തമിഴ് നാഷണലിസം ജനങ്ങൾക്കിടയിൽ ഉയർത്തിക്കൊണ്ടുവരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ യൂത്തിന്റെ ഇടയിൽ വലിയ സ്വാധീനം ചെലുത്താൻ ഇവർക്ക് സാധിക്കും. പക്ഷേ മറ്റുള്ള സഖ്യങ്ങളെ മറിക്കുന്ന തരത്തിലുള്ള ഒരു ശക്തിയൊന്നും നാം തമിഴർക്കില്ല. വേറെ ഒരു ചോദ്യം വരുന്നത് ഉദയനിധി സ്റ്റാലിൻ്റെ രാഷ്ട്രീയ ഭാവി എന്താകുമെന്നുള്ളതാണ്. പൊളിറ്റിക്സ് തനിക്ക് പറഞ്ഞിട്ടുള്ളത് അല്ല എന്ന് ഉദയനിധി സ്റ്റാലിൻ സൂചനകളിൽ തരുന്നുണ്ട്. എന്തായാലും സ്റ്റാലിൻ ഉയർത്തിക്കൊണ്ടുവരാൻ ശ്രമിക്കുന്ന തൻ്റെ പുത്രൻ ഉദയനിധിയുടെ രാഷ്ട്രീയ ഭാവി ഇതെല്ലാം 2024 ഇലക്ഷനിൽ നിർണ്ണയിക്കും. നോക്കാം നമുക്ക്.